ഇന്ന് എൻ്റെ കിട്ടിയേക്കുന്നത് ഓപ്പോയുടെ A17K മോഡൽ ഫോണാണ്. ഇതിൻ്റെ മുകളിൽ എൻജിൻ ഓയിൽ കമന്ന് വീണതാണ്. ഈ ഫോൺ നമ്മൾ അഴിച്ചപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേക്കാണ് ഡാമേജ്. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി പുതിയ ഡിസ്പ്ലേ മാറുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഫോൺ അഴിക്കണം. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഓയിൽ വീണ് ഡാമേജ് ആയുള്ളൂ. അതുകൊണ്ട് വേറൊരു കംപ്ലൈൻറ്റും കാണുന്നില്ല. അപ്പോൾ നമുക്ക് പുതിയ ഡിസ്പ്ലേ മാറാം. ഏത് ഫോൺ അഴിച്ചാലും നമ്മളത് സേഫായിട്ട് തന്നെ അഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് മാത്രമല്ല വേറെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഓപ്പണർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്ക് പാനൽ ഇളക്കി മാറ്റാം. ഏത് ഫോൺ സർവീസ് ചെയ്യാനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ജോലി നമ്മൾ വൃത്തിയായി തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെയുള്ള വേറൊരു ഡാമേജാണ് വാട്ടർ ഡാമേജ്. വാട്ടർ ഡാമേജ് വരുന്ന ഫോൺ എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല. കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് ആയിരിക്കും. നമ്മൾ ഹീറ്റ് അടിച്ച് കഴിയുമ്പോൾ ഡിസ്പ്ലേക്ക് ഡാമേജും വരാം. അതുകൊണ്ട് കസ്റ്റമറോട് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം ഫോൺ ഏറ്റുവാങ്ങുക. അങ്ങനെ നമ്മൾ ആ ഫോണിൻ്റെ ബാക്ക് പാനൽ ഇളക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ താഴത്തെ CC പൊടിഞ്ഞ ഭാഗവും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ തന്നെ ഓയിൽ എവിടെയുണ്ടോ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. നിലവിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് മാത്രമേ ഡാമേജ് ഉള്ളൂ. സർവീസ് ചെയ്ത മൂലം ഒരു കാരണവശാലും ഒന്നിനും ഡാമേജ് വരരുത്. കസ്റ്റമർ എങ്ങനെ തന്നോ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഓരോന്ന് അഴിക്കുമ്പോഴും ഒന്നിനും ഡാമേജ് വരാതെ നോക്കണം. എല്ലാം സേഫായി തന്നെ ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിനി ഈ ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാം. കമ്പനി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗം ഉപയോഗിച്ചാണ് ഈ ബാറ്ററി ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി റിസ്ക്കുമാണ്. ഞാൻ ആ റിസ്ക് മുഴുവൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ സ്ട്രിപ്പും ഡിസ്പ്ലേ സ്ട്രിപ്പുമാണ്. ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇച്ചിരി ഡാമേജ് ആയാലും വിഷയമൊന്നുമില്ല. കാരണം നമ്മൾ പുതിയ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് CC ബോർഡിൻ്റെ ഒരു കവറിങ്ങാണ്. ഈ കവർ അഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ കയറിയിട്ടുണ്ടോ ഇല്ല. നമുക്ക് ഇനി അതിൻ്റെ സ്ക്രൂ ഒക്കെ സേഫായി തന്നെ ഊരാം. അങ്ങനെ നമ്മൾ CC ബോർഡിൻ്റെ കവറെല്ലാം ഊരി നമുക്ക് ഇപ്പം അഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും CC ബോർഡ് നമുക്ക് കാണാം. ഇതുപോലെ എന്തെങ്കിലും ട്യൂസറോ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് CC ബോർഡിൻ്റെ കവർ നമുക്ക് വഴിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് CC ബോർഡ്. ഇനി നമുക്ക് ബാറ്ററിയുടെ അടിയിൽ വരുന്ന ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ ഇളക്കിയെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റൂ. നമുക്ക് പയ്യെ അതങ്ങ് ഊരി മാറ്റാം. ഓയിൽ കയറിയോണ്ട് നമുക്ക് ഡിസ്പ്ലേ ഹീറ്റ് ചെയ്ത് ഊരേണ്ട ആവശ്യം വന്നില്ല. കാരണം ഓയിൽ കയറിയോണ്ട് ഇതിൻ്റെ ഗമ്മെല്ലാം ഇളകിയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള സ്ക്രീൻ ഗാർഡിൻ്റെ ഫിലിം കാണും. ആ ഫിലിം ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി തന്നെ ഡിസ്പ്ലേ ഇളക്കി മാറ്റാം. ഇപ്പോൾ ഡിസ്പ്ലേ ഇളകി വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഇളകി വരുമ്പോൾ തന്നെ നമുക്ക് ഓയിൽ കാണാം. ഡിസ്പ്ലേക്ക് അടിയിൽ മുഴുവൻ ഓയിലാണ്. ക്യാമറയ്ക്കകത്ത് കിട്ടുന്നുണ്ടോയെന്ന് അറിയാല. അതിലിപ്പോൾ ഓയിൽ കയറിയോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുതിയ ഡിസ്പ്ലേ ആണ് ഇടുന്നത്. ഇനി നമുക്ക് ഈ ഫ്രെയിം നല്ലോണം വൃത്തിയാക്കണം. കാരണം പഴയ ഗം ഇരിപ്പുണ്ട്. ആ ഗമ്മ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇളക്കി മാറ്റാം. ഗമ്മ് കളഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ഫ്രെയിം മുഴുവൻ വൃത്തിയായി കൊടുക്കാം. അധികം നേരം നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യും. ആ സമയം കൊണ്ട് നമ്മൾ ആ ഫോൺ ചാർജിങ് ഇട്ടു. അതിൻ്റെ ബാറ്ററി എല്ലാം ചാർജാക്കി. എന്നാലേ ഉള്ളൂ എനിക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ ഫോൺ ഓണാകുന്നത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. നല്ല വൃത്തിയായിട്ടും സേഫായിട്ടും ഗം അപ്ലൈ ചെയ്യുക. ക്യാമറയ്ക്കകത്തോ സെൻസറിനകത്തോ ഒരു കാരണവശാലും ഗമ്മ് വീഴരുത്. പുറമേ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. ഡിസ്പ്ലേയുടെ എല്ലാ കോർണറും കറക്റ്റായിട്ട് പ്രസ് ആവണം. ഇനി നമുക്ക് ബാറ്ററി എടുത്ത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മദർ ബോർഡിലെയും CC ബോർഡിൻ്റെ കവറെല്ലാം തിരിച്ച് സ്ക്രൂ ചെയ്യാം. ഈ ഫോൺ കുറേ സമയമെടുത്താണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ട് ഇതിനകത്ത് ഓയിൽ ഒട്ടും തന്നെയില്ല. ഈ ഓയിൽ നിൽക്കുവാണെങ്കിൽ തന്നെ പിന്നീട് അതൊരു കംപ്ലൈൻ്റായി മാറും.
അതുകൊണ്ട് നമ്മളെല്ലാം സേഫായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കയറുന്നോ അതെല്ലാം നമ്മൾ രണ്ടാമതും ക്ലീൻ ചെയ്താണ് കയറ്റുന്നത്. ഏകദേശം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് പാനൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഫോണിൻ്റെ വർക്ക് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഫോൺ ഓണായി. ഇനി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. ഓണാക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അതെല്ലാം കൃത്യമായി തന്നെ ചെക്ക് ചെയ്ത് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.